കേരളത്തിൻ്റെ ഇന്ത്യയുടെ രണ്ട് അഭിമാന താരങ്ങൾ ഒരുപക്ഷെ പരിചയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയൊന്നുമില്ല. ബംഗ്ലാദേശിൽ നടന്ന 2020 പരമ്പരയിൽ മിന്നും വിജയം കാഴ്ചവെച്ച് ഇതാ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് സജ്ജന സജീവനും ആശാ ശോഭനയും. ഇവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇന്ത്യൻ കുപ്പായത്തിലെ അരങ്ങേറ്റം അത് എങ്ങനെയുണ്ടായിരുന്നു? വളരെ സന്തോഷമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പലവട്ടം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മടൽ ബാറ്റ് വെച്ച് പേപ്പർ ബോൾ വെച്ച് കളിച്ച് തുടങ്ങിയിട്ട് അപ്പം മുതലുള്ള നമ്മുടെ ഒരു ആഗ്രഹവും സ്വപ്നവുമാണ് ആ ഒരു നീലക്കുപ്പായം അണിയുക എന്ന് പറയുന്നത്. അത് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലായിരുന്നു. പിന്നെ അത് ഇട്ട് കളിച്ചപ്പോൾ പിന്നെയും ഫീല്, പിന്നെ സജനയും കൂടെ കളിക്കുന്ന കണ്ടപ്പോൾ വല്ലാത്തൊരു അനുഭവമായിരുന്നു. ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു, ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ്. സോ മെയിൻ റീസൺ എന്ന് പറയുന്നത് WPLൻ്റെ പെർഫോമൻസ് തന്നെയാണ്. WPLൻ്റെ ഫ്രെയിമിൽ ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും ആ ഒരു നീലക്കുപ്പായത്തിന് വേണ്ടി. സോ ഭയങ്കര അഭിമാനം. പിന്നെ ചേച്ചീൻ്റെ കൂടെ ഇന്ത്യൻ ടീമിൽ വേണ്ടി ഒരുമിച്ച് കളിക്കാൻ പറ്റിയതിൽ ഭയങ്കര അഭിമാനമുണ്ട്. കേരള ടീമിൽ ഞാൻ WI വന്നപ്പോൾ എൻ്റെ ക്യാപ്റ്റൻ ആശ ചേച്ചി തന്നെയായിരുന്നു. അപ്പോൾ ചേച്ചി എന്നെക്കാൾ മുമ്പേ അല്ലെങ്കിൽ മിന്നുമണീനേക്കാൾ മുമ്പേ ഇന്ത്യ കളിക്കാൻ ഡിസേർവ്ഡ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു. പിന്നെ മുൻപേ പറഞ്ഞ പോലെ എല്ലാത്തിനും ഓരോ സമയമുണ്ടെന്ന് പറയുന്ന പോലെ എല്ലാം അതിൻ്റേതായ സമയത്ത് നടക്കും. ഈ നീലക്കുപ്പായം കയ്യിൽ കിട്ടിയ മൊമെൻറ്റ് അതെങ്ങനെ ഓർത്തെടുക്കും? അയ്യോ, അത് ഭയങ്കര ഒരു എന്താ പറയണ ഒരു എമോഷണൽ റോളർ കോസ്റ്റർ ആണെന്ന് പറയാം. ആ ഒരു മൊമെൻറ്റിലൂടെയാണ് ഞാൻ പോയത്. കാരണം ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ലെവൽ വരെ വന്നത്. കാരണം പ്രാക്ടീസ്, ബസ് ഫെയർ, വണ്ടി കയറണം, സ്കൂള് വിട്ട് പിന്നെ പ്രാക്ടീസ് പോയി തിരിച്ച് വന്ന് പല സ്ഥലങ്ങളിൽ പോയി മാച്ച് കളിക്കുക. അപ്പോഴെല്ലാം എൻ്റെ കോച്ചസ്, എൻ്റെ കോച്ച് ആരൻ സാർ, എൻ്റെ മെൻറ്റോർ ലേറ്റ് ഷബീന ജേക്കബ് മാം, എൻ്റെ സീനിയേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഒരു സ്ട്രഗിള് റിയലായിരുന്നു. അപ്പോൾ ഇത്രയും വർഷത്തെ ആ ഒരു സ്ട്രഗിള് ഫലം ഉണ്ടായി എന്ന് തോന്നി ആ ജേഴ്സി കൈ കിട്ടിയപ്പോൾ. അരങ്ങേറ്റം ഗംഭീരമായിരുന്നു. ആ വിക്കറ്റ് നേടിയ ആ സമയത്ത് ഒരു ഫീൽ ഭയങ്കര റിലീവ്ഡായി. കാരണം എത്രയോ വർഷത്തെ ഒരു എന്താ പറയുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഭയങ്കര റിലീവ്ഡായി, ഭയങ്കര ഹാപ്പിയായി, റിലാക്സായി, നല്ല റിലീവായി, നല്ല സുഖമായിരുന്നു. എന്താ പറയാൻ, വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഭയങ്കര അഭിമാനമാണ്. അപ്പോൾ പറഞ്ഞറിയിക്കാൻ എന്താ പറയുക, വാക്കുകൾ കിട്ടൂല. ഒരു ഭയങ്കരമായിട്ടുള്ള ഇമോഷണലാണ്. അപ്പോൾ ഈ ജേഴ്സി കിട്ടുന്ന കാര്യമാണെങ്കിലും നമ്മളെത്ര അതിൻ്റെ പുറകെ സ്ട്രഗിൾ ചെയ്തൊന്നും അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ. സോ ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. ആദ്യം ഒരു മാച്ച് ആയതുകൊണ്ട് ഒരു പ്ലെയർ എന്ന നിലയിൽ ആ ഒരു ഇന്ത്യൻ ജേഴ്സി ഇട്ട് കളിക്കുമ്പോൾ എന്തായാലും ആ ഒരു മാച്ച് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തുടർന്ന് വരുന്ന സീസണുകളിൽ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള വിശ്വാസമുണ്ട്. ഇതിൽ നിന്നെല്ലാം നല്ല വൃത്തിക്ക്, അതായത് ഇതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻ്റ് ഉണ്ട്. സജിന് 28ാമത്തെ വയസ്സിലാണ് ഇന്ത്യ കളിക്കുന്നത്. സാധാരണ 28ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ കളിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ചുരുക്കം വരെ കളിച്ചിട്ടുള്ളൂ. അത് എനിക്ക് പറഞ്ഞാൽ ഞാനും സജിനെ ആ ഒരു ഏജ് ഇത് തിരുത്തി. അപ്പോൾ അതൊരു സജിനയുടെ വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഈ ഒരു വർഷം തന്നെയാണ് ഞങ്ങളുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത്. ഇത്രയും കാലത്തെ കാത്തിരിപ്പ് ഒരു സ്ട്രഗിളാണ്. ഞങ്ങൾ എടുത്ത തീരുമാനങ്ങൾ ഞങ്ങളുടെ സ്ട്രഗിളായിരുന്നു. ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ക്യാമ്പുകൾ, ഫിറ്റ്നസ്സുകൾ, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം സ്ട്രഗിളിൻ്റെ ഭാഗങ്ങളാണ്. സോ അതിനൊക്കെ അച്ചീവ് ചെയ്ത് ഞങ്ങളിവിടെ എത്തുകയാണെങ്കിൽ അതുമായിട്ട് ആ ഏജ് ഒരു മാറ്ററേ അല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ആശ ചേച്ചി 33ാമത്തെ വയസ്സിൽ ഇന്ത്യ കളിക്കുന്ന ഒരു എന്താ പറയുക ക്രിക്കറ്റർ, ആദ്യമായിട്ട് WPL കളിച്ച മലയാളി. ഇപ്പോൾ 2 റെക്കോർഡ് ചേച്ചീൻ്റെ ഭാഗത്ത് തന്നെയാണുള്ളത്. സൗത്ത് ആഫ്രിക്ക ടൂർ വരുന്നുണ്ട്. അതിലും ടീമിലിടം പിടിക്കണം. അതിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് തന്നെ നമ്മൾ രണ്ടുപേരും ഇൻക്ലൂഡിങ് മിന്നുമണിയും കൂടെ വരണം. മിന്നുമണിയും വന്ന് നമ്മൾ 3 പേരും വേൾഡ് കപ്പ് സ്ക്വാഡിലോട്ട് വരണം. ഇന്ത്യ ജയിക്കണം. ആ വിന്നിങ് ടീമിൽ നമ്മൾ 3 പേരും കളിക്കണം. ട്രോഫി ലിഫ്റ്റ് ചെയ്യണം. അതൊക്കെ തന്നെയാണ് ഡ്രീം. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായാൽ മതി, ഹാർഡ് വർക്ക് ഉണ്ടായാൽ മതി എന്ന് കാണിക്കുകയാണ് ഈ രണ്ടുപേരും. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML-നൊപ്പം റിപ്പോർട്ടർ സുനിഷ ഇല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.